വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിസി ഡോക്ടർ കെ.എസ്. അനിൽകുമാർ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചു. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് പറയാനുള്ളതെല്ലാം കേട്ടെന്ന് വിസി പറഞ്ഞു. തനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുമെന്നും ഡോക്ടർ കെ.എസ്. അനിൽകുമാർ പറഞ്ഞു. അതേസമയം ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് അന്വേഷണ കമ്മീഷനിൽ പ്രതീക്ഷയുണ്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് വ്യക്തമാക്കി. എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ അന്വേഷണം അതിൻ്റെ വഴിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ പാസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും വൈസ് ചാൻസലറിൻ്റെ സെക്രട്ടേറിയറ്റിൽ എല്ലാവരും മാറിയിട്ടുണ്ടാവും. എല്ലാവരും പുതിയ ആൾക്കാരാവും. അതിന് ഒരു സംശയത്തിന് ഇടപെടണമെന്ന് എനിക്ക്. അദ്ദേഹം ഇപ്പം വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പുതിയതായിട്ട് വന്ന് ഞാൻ കോളേജ് പുതിയതായിട്ട് വി സി ആയിട്ട് വന്നതാണ്. ഇതിനു മുമ്പും 2 വി സി വന്നിട്ട് പോയി എല്ലാം ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ശരിയാക്കിയല്ലോ. അപ്പോൾ അതുപോലെ ഇദ്ദേഹം ഒന്നും എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. പറഞ്ഞാൽ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. മുമ്പ് വന്നുള്ളവർ അങ്ങനെയല്ല, വിശദമായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അവർ വന്നിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 2 ദിവസം ആയപ്പോഴേ രണ്ടാമത്തെ വി സി എല്ലാം ശരിയാക്കി എൻ്റെ കുടുംബത്തിനങ്ങ് തന്നു. എല്ലാവരും അകത്ത് കയറ്റിയെടുത്തു. അപ്പോൾ ഇത് അതുപോലെയല്ല, അദ്ദേഹം നല്ലൊരു കാര്യവിവരം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ കാര്യവും വിശദമായിട്ട് മനസ്സിലാക്കി. പിന്നെ എനിക്ക് കുറച്ച് അവലാതികളുണ്ടായിരുന്നു അവിടുത്തെ കുറിച്ച്. ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, കാരണം ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം, ഇപ്പം ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും ഒരുമിച്ച് പോകാനുള്ള സമയത്ത് ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് അതിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷേ കോളേജിൽ ഇടപെടാൻ പറ്റിയ കാരണത്തിനെക്കുറിച്ച് ഒരു 10 പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് അത് കൊടുത്തത് അദ്ദേഹം ഇത് ഉറപ്പായിട്ടും ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടും അദ്ദേഹം ചെയ്യും. പഴയ വി സി പോലെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പോട്ടെന്ന്. ശാലിനി ചേരുന്നു. ശാലിനി, വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയുടെ പുതിയ VC ഡോക്ടർ കെ.എസ്. അനിൽകുമാർ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. പിതാവ് ജയപ്രകാശുമായി സംസാരിക്കുകയുമുണ്ടായി. എന്തായാലും VC തനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാം എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അന്വേഷണ കമ്മീഷനിൽ പ്രതീക്ഷയുണ്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവും വ്യക്തമാക്കിയിരിക്കുകയാണ്. വിവരങ്ങൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ നിലവിലെ പുതിയ VC കെ.എസ്. അനിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചത്. സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച ശേഷമാണ്, കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പൂർണ്ണമായും എല്ലാ അന്വേഷണത്തോടും താൻ സഹകരിക്കും. നിലവിൽ ജുഡീഷ്യൽ അന്വേഷണം, ഒപ്പം തന്നെ CBIയുടെ അന്വേഷണ നടപടികളും പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷേ തനിക്ക് ആകുന്നതൊക്കെ തന്നെ കോളേജിൽ ചെന്ന ശേഷം അദ്ദേഹം ചെയ്യുമെന്നുള്ള ഉറപ്പ് കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ മുൻ VC-മാർ 2 VC-മാരും ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ചില അധ്യാപകരും ഡീനും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ വിവാദത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് SFIയുടെ ചട്ടുകങ്ങളായി പലരും അവിടെ മാറുന്നുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ താൻ ചുമതല എടുക്കുന്നതോടുകൂടി VC-യുടെ സെക്രട്ടേറിയറ്റിലെ എല്ലാ ജീവനക്കാരും അല്ലെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകും. ഒരു സംശയത്തിനും ഇടവരാത്ത പുതിയ ആളുകളായിരിക്കും തനിക്ക് ഒപ്പം ഉണ്ടാവുക. അത് അന്വേഷണത്തിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു മരണത്തിൽ തനിക്ക് അതിയായ വിഷമമുണ്ട് എന്നുള്ളതും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. തനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ, പ്രത്യേകിച്ച് ജുഡീഷ്യൽ അന്വേഷണം ഗവർണർ ഉത്തരവിട്ട സാഹചര്യം, അന്വേഷണ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഉത്തരവായൊരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. CBI അന്വേഷണ നടപടികൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അതിന്റെ നടപടികൾ വേഗത്തിലാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി, അന്വേഷണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലും കാര്യങ്ങളിലും താൻ സഹകരിക്കും. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം പുതിയ VC അനിലിനെ നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഗവർണർ ഉത്തരവിറക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കണ്ട ശേഷമായിരിക്കും പൂക്കോട് സർവകലാശാലയിൽ എത്തി അദ്ദേഹം ചുമതല ഏൽക്കാൻ പോവുക. ഒപ്പം തന്നെ വകുപ്പ് മന്ത്രിയെയും കാണുമെന്നുള്ളതാണ് VC ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഈ കുടുംബത്തിന്റെ പരാതികൾ കേട്ട ശേഷം, അല്ലെങ്കിൽ ആശങ്കകൾ കേട്ട ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശും പ്രതികരിക്കുകയുണ്ടായി. പുതിയ VC-യിൽ വളരെയധികം പ്രതീക്ഷ തങ്ങൾ
വെക്കുകയാണ് എന്നുള്ളതാണ്. കാരണം മുൻ 2 VC-മാരും ഇവിടെ എത്തി പല കാര്യങ്ങളും കേട്ടു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കേൾക്കാതെയൊക്കെയാണ് മടങ്ങിയത്. അവർ എന്നിട്ട് അവിടെ ചെന്ന് പല കാര്യങ്ങളിലും തനിക്കിട്ട് ശരിയാക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും VC-ആയി പുതിയതായി ചുമതലയേറ്റ അദ്ദേഹത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും ഒരുമിച്ച് നടക്കുന്നതിലും ഏറെ വിശ്വാസവും പ്രതീക്ഷയും വെക്കുകയാണ്. ഗവർണർ കൃത്യമായ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഔദ്യോഗികമായി ചുമതല നൽകിക്കൊണ്ട് ഉത്തരവാകുന്നത്. ആ അന്വേഷണവും ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പുതിയ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ചുമതലയിൽപ്പെട്ടവരൊക്കെ തന്നെ സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട്ടെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആശങ്കകളും വ്യാകുലതകളും ഒക്കെ തന്നെ VC-യുമായി പങ്കുവച്ച ശേഷമാണ് കുടുംബം മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയത്. എന്തായാലും അല്പസമയം മുമ്പാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പുതിയ VC നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയത്. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി ഗവർണറെയും കണ്ട ശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക. എന്തായാലും ഏറെ വിവാദമായ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചയ്ക്കിട വെച്ച സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ദുരൂഹ മരണത്തിൽ കൃത്യമായ നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. അതിൽ ഏറെ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഗവർണറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളടക്കം CBI അന്വേഷണം വൈകിപ്പിച്ചതിലടക്കം കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധവുമായി നീങ്ങാനൊരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം കുടുംബവും സമാനമായ രീതിയിൽ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയതിന് പിന്നാലെയാണ് CBI അന്വേഷണ നടപടികൾ സംസ്ഥാന സർക്കാർ വേഗത്തിലാക്കിയത്. എന്തായാലും അന്വേഷണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് നിർണായകമായിട്ടുള്ള VC-യുടെ സന്ദർശനം. രോഹിണി. ശരി, S. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.